ഇല്ലാത്ത ജീവി ഡ്രാഗൺ. തീ തുപ്പാനും പറക്കാനും ഒക്കെ അറിയാവുന്ന ഡ്രാഗൺ ലോകമെമ്പാടുമുള്ള നൂറുകണക്കിന് കഥകളിലെ കഥാപാത്രമാണ്. മലയാളത്തിൽ വ്യാളി എന്നാണ് ഡ്രാഗനെ വിളിക്കുക. ഡ്രാഗൺ എന്ന വാക്ക് എങ്ങനെ വന്നു എന്നറിയണ്ടേ? ഡ്രാക്കൺ എന്നൊരു ഗ്രീക്ക് വാക്കുണ്ട്. ഈ വാക്കിന് പാമ്പ്, വലിയ ജലമത്സ്യം എന്നൊക്കെയാണ് അർത്ഥം. ലാറ്റിനിൽ പല്ലികളെ പൊതുവെ വിളിക്കുന്നൊരു പേരുണ്ട്, ഡ്രാക്കോ. ഇതിൽ നിന്നൊക്കെ ആവും ഡ്രാഗൺ എന്നുള്ള വാക്ക് വന്നത്. പേടിപ്പിക്കുന്ന രൂപമാണ് ഡ്രാഗണുകൾക്ക്. കൂർത്ത പല്ലുകളും നഖങ്ങളും തിളങ്ങുന്ന കണ്ണുകളും തീ പാർന്ന വായും ശരീരം മുഴുവൻ പടച്ചട്ട പോലെ ശൽക്കങ്ങളും മുള്ളുകൾ നിറഞ്ഞ നീളൻ വാലും. ഹോ, കണ്ടാൽ തന്നെ പേടിയാവേ. പക്ഷെ പല ഭാഗങ്ങളിലും ഡ്രാഗണുകളെ പറ്റി പലതരം വിശ്വാസങ്ങളും കഥകളൊക്കെ ഉണ്ട്. ഏഷ്യൻ വിശ്വാസം അനുസരിച്ച് ഡ്രാഗണുകൾക്ക് മാന്ത്രിക ശക്തിയുണ്ടത്രേ. ചിറകില്ലെങ്കിലും ഇവർ പറക്കും. മഴ പെയ്യിക്കാനും ഏത് വലുപ്പത്തിലേക്ക് മാറാനും ഡ്രാഗണുകൾക്കറിയാം. നന്മയുടെയും സമ്പത്തിൻ്റെയൊക്കെ പ്രതീകവുമാണ് ഈ ഭീകരജീവി. എന്നാൽ യൂറോപ്യൻ കഥകളിൽ ഇതിൽ നിന്ന് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. യൂറോപ്യൻ വിശ്വാസം അനുസരിച്ച് ഡ്രാഗണ് ചിറകുകളുണ്ട്. നിധി ശേഖരിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യുന്ന ഈ ജീവി തിന്മയുടെയും നാശത്തിൻ്റെയും അത്യാർത്തിയുടെയും പ്രതീകാണത്രേ. കടൽ കൊള്ളക്കാരായ വൈക്കിങ്ങുകളിലെ അവരുടെ കപ്പലിന്റെ മുൻവശത്ത് ഡ്രാഗണിന്റെ രൂപം കൊത്തിവെച്ചിട്ടുമുണ്ട്. ഡ്രാഗണുകൾക്ക് വലിയ സ്ഥാനമുള്ള നാടാണ് ചൈന. ഡ്രാഗണുകളുടെ പിൻഗാമികളാണ് എന്നാണ് ചൈനീസ് ചക്രവർത്തിമാർ സ്വയം വിശ്വസിച്ചിരുന്നത്. ചൈനയിലെ ആഘോഷങ്ങളിലെ പതിവ് കാഴ്ചയാണ് ഡ്രാഗൺ ഡാൻസ്. ചൈനീസ് രാശി അനുസരിച്ചുള്ള 12 ജീവികളിൽ ഒന്നാണ് ഡ്രാഗൺ. ഓസ്ട്രേലിയയിലെ ഒരു പല്ലിയുടെ പേര് ബിയർഡഡ് ഡ്രാഗൺ എന്നാണ്. പല്ലിവർഗത്തിലെ ഏറ്റവും വലിയ ജീവിയുടെ പേരിനൊപ്പം ഡ്രാഗൺ എന്ന വാക്കുണ്ട്. എന്താ അതെന്നറിയോ? കൊമാഡോ ഡ്രാഗൺ. ഗാലപ്പഗോസ് ദ്വീപുകളില്ലേ, അവിടെയാ കൊമാഡോ ഡ്രാഗണുകളുടെ താമസം. ഭൂട്ടാൻ, മാൾട്ട എന്നീ രാജ്യങ്ങളുടെ പതാകകളിലും ഡ്രാഗന്റെ ചിത്രം കണ്ടിട്ടുണ്ടാവും അല്ലേ?